ഇപ്പോൾ കെ ടി ജലീൽ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബ് അവതരിപ്പിച്ചിരിക്കുന്നത്, ഞാൻ എന്തോ വലിയ മലപ്പുറം വിരുദ്ധത പറഞ്ഞു, ന്യൂനപക്ഷ വിരുദ്ധത പറഞ്ഞു എന്ന രീതിയിലാണ് അവരുടെ പ്രചാരണം ഇപ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത്. ഏതൊരു മതസമുദായത്തിലും മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ, പരിഷ്കരണങ്ങൾ ഉണ്ടാകണമെങ്കിൽ, തെറ്റായ വഴിയിൽ നിന്ന് സമുദായാംഗങ്ങൾ ശരിയുടെ വഴിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്നാകണം അതിനെ സംബന്ധിക്കുന്ന ശക്തമായ വിമർശനങ്ങൾ ഉയരേണ്ടത്. നമ്മളുടെ നാട്ടിൽ നടന്ന എല്ലാ മതപരിഷ്കരണ നവോത്ഥാന സംരംഭങ്ങൾ പരിശോധിച്ചാലും എല്ലാവരും ബന്ധപ്പെട്ട മതസമുദായങ്ങളിൽ നിന്നുള്ള അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ അവയ്ക്കെതിരായിട്ടാണ് ശബ്ദിച്ചത്. ഇതര മതസ്ഥരായിട്ടുള്ളവർ മറ്റു മതസമുദായങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് വളരെ വൈകാരികമായി അവതരിപ്പിക്കാൻ ഇടയുണ്ട്. അത് സാമുദായികമായിട്ടുള്ള അകൽച്ച പോലും സൃഷ്ടിക്കപ്പെടുന്നതിനും ഇടയായേക്കും. വി.ടി. ഭട്ടതിരിപ്പാട് തൻ്റെ ജാതി സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ, സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ മഹാനാണ്. ശ്രീനാരായണ ഗുരു ഹൈന്ദവ സമൂഹത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന ജാതി മേൽക്കോയ്മയ്ക്കെതിരായി ശബ്ദമുയർത്തിയ വ്യക്തിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, ചാവറയച്ചനെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ അവരവരുടെ മതസമുദായങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരവർ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളവരാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒരു കാലത്തും ഒരു സമുദായത്തിലും നിന്നു പോകാൻ പാടില്ല. അതൊരു തുടർ പ്രക്രിയയാണ്. ഒഴുകുന്ന ഒരു നദി പോലെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ സമുദായത്തിനകത്ത്, ഓരോ സമുദായത്തിനകത്തും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ മന്ത്രിയായിരുന്ന സമയത്താണ്, നിങ്ങൾക്കറിയാം, പ്രമാദമായ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. ഈത്തപ്പഴത്തിൻ്റെ കുരുവാക്കി സ്വർണം കടത്തി എന്നതുൾപ്പെടെയുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു. എന്തായിരുന്നു മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും BJPയുടെയും സമീപനം? ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കഴമ്പ് പോലും സത്യമില്ലാത്ത ഒരു പ്രശ്നത്തെ വളരെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിച്ചു. സംഘപരിവാർ അത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിം ലീഗും കോൺഗ്രസും എന്തേ അത് ചെയ്തു? കോൺഗ്രസിൻ്റെ നേതാവ്, അന്നത്തെ UDFൻ്റെ കൺവീനർ ബെന്നി ബെഹനാൻ MP ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി രാജ്യത്തിൻ്റെ നിലവിലുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട്, ഇതാ കേരളത്തിലൊരു മന്ത്രി ജലീൽ എന്ന് പറയുന്നയാൾ മഹാപാതകം ചെയ്തിരിക്കുന്നു. എന്തായിരുന്നു ആ മഹാപാതകം? അത് മറ്റൊന്നുമല്ല, റംസാൻ കാലത്ത് UAE കോൺസുലേറ്റ് കേരളത്തിൽ എത്രയോ വർഷങ്ങളായി വിതരണം ചെയ്യുന്ന റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് സൗകര്യമൊരുക്കി കൊടുത്തു. ഈ കള്ളപ്രചാരണങ്ങളെ മുസ്ലിം ലീഗും കോൺഗ്രസും എത്രമാത്രമാണ് എനിക്കെതിരായിട്ട് ഉപയോഗിച്ചത്. അവരെൻ്റെ വീട്ടിലേക്ക് എത്ര സമരങ്ങൾ നടത്തി. അന്നവർക്ക് ഞാനൊരു മലപ്പുറത്തുകാരനാണ്, എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മലപ്പുറത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന വികാരം എന്തുകൊണ്ടുണ്ടായില്ല? ഞാനൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നയാളാണ്. ഈ കള്ളപ്രചാരണം എനിക്കെതിരെ നടത്തിയാൽ അത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ആക്രമണമാണ്
എന്ന് തെറ്റിദ്ധരിക്കും എന്ന ഒരു വിചാരം അവർക്ക് എന്തേ ഉണ്ടായില്ല? വേട്ടപ്പട്ടി ഓടുന്നത് പോലെയല്ലേ ലീഗും കോൺഗ്രസും BJPയും ഉൾപ്പെടെയുള്ളവർ എൻ്റെ പിന്നാലെ ഓടിയത്? എന്നിട്ട് എന്തായി അവസാനം? എന്തെങ്കിലും ഒരു സത്യത്തിൻ്റെ കണിക അതിലുണ്ടായിരുന്നു എങ്കിൽ അന്ന് ഞാൻ ജയിലിൽ പോകുമായിരുന്നില്ലേ? എന്നെ തുറങ്കലിൽ അടക്കുമായിരുന്നില്ലേ? ഡൽഹിയുടെ മുഖ്യമന്ത്രി കെജ്രിവാളിനെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എല്ലാം ജയിലിലടച്ചില്ലേ? എന്നിട്ടാണോ പിന്നെ ഒരു പുഴുവായിട്ടുള്ള ഞാൻ KT ജലീലിൻ്റെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ വിവാദമായിരുന്നു. ലീഗ് നേതാക്കൾ ഉൾപ്പെടെ ആ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് KT ജലീൽ ഇപ്പോൾ വീണ്ടും നിലപാട് വിശദീകരിക്കുന്നത്. തൻ്റെ പരാമർശങ്ങളെ മലപ്പുറം വിരുദ്ധതയായി ലീഗ് നേതാക്കൾ ചിത്രീകരിച്ചു എന്നാണ് KT ജലീൽ പറയുന്നത്. സമൂഹത്തിൻ്റെ നന്മ മുന്നിൽ കണ്ടാണ് താൻ പരാമർശങ്ങൾ നടത്തിയതെന്ന് കൂടി അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. സൈബർ ഇടങ്ങളിലും തൻ്റെ പരാമർശത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം നിലപാട് ആവർത്തിക്കുന്നത്. പഴയ സ്വർണ്ണക്കടത്ത് കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തനിക്കെതിരേതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്ന ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഈ ആളുകൾ എന്ത് ചെയ്തു എന്നാണ് ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവരോടായി അദ്ദേഹത്തിൻ്റെ ചോദ്യം പുറത്തു വരുന്നത്. മുസ്ലിം ലീഗ് വലിയ രാഷ്ട്രീയ വിവാദമായി KT ജലീലിൻ്റെ പരാമർശങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നിലപാട് വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. താൻ സതുദ്ദേശത്തോടെ പറഞ്ഞ കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. മലപ്പുറത്തെ മോശമായി ചിത്രീകരിച്ചു എന്ന രീതിയിൽ സൈബർ ഇടങ്ങളിൽ തെറ്റായ പ്രചാരണം നടക്കുന്നു. ക്രിയാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ മതവിഭാഗങ്ങളുടെ ഇടപെടൽ കൂടി വേണം എന്ന് മാത്രമേ താൻ ഉദ്ദേശിച്ചതുള്ളൂ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ നന്മ മുന്നിൽ കണ്ടാണ് താൻ അത്തരം പരാമർശങ്ങൾ നടത്തിയത്. തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നു. വിമർശനങ്ങൾ ഓരോ സമുദായത്തിൻ്റെ അകത്തു നിന്നും ഉയർന്നു വരേണ്ടതാണ് എന്നത് നവോത്ഥാന കാലത്തെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KT ജലീൽ എടുത്ത് പറയുന്നുണ്ട്. KT ജലീലിൻ്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ തുടരുകയാണ്.